എല്ലാ ദിവസവും ഉണരുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സ്വപ്നത്തെ പിന്തുടരുക, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കൊപ്പം ഉറക്കം തുടരുക. ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന അത്രയും വരെ കരയുക. എന്നാൽ കരച്ചിൽ നിർത്തുമ്പോൾ അതേ കാരണത്താൽ വീണ്ടും കരയുകയില്ലെന്നത് ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമല്ല, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഞാനെല്ലാം ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്തോളുക. ഓക്കെ. നിങ്ങളുടെ കഴിവുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല, എല്ലാവരും നിങ്ങളുടെ കഴിവിനെ അംഗീകരിച്ചോളണമെന്നുമില്ല. അത് സത്യമാണ്, അതാണ് ജീവിതം. അപ്പോൾ നിങ്ങളുടെ കഴിവിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് നമ്മൾക്കൊരു പരാജയം എന്നൊന്നുമില്ല. നമ്മൾ ഒന്നുകിൽ ജയിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നു. തോൽവി എന്നൊന്നും ഇല്ല. അത് നമ്മൾ അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ നമുക്ക് വിജയിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ നമ്മൾ പരിശ്രമിച്ച് ക്ഷീണിതരാകുന്ന ചില അവസ്ഥകളുണ്ട് അല്ലേ. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളുടെ വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തെ നമ്മൾ ഈ ക്ഷീണം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് വിജയത്തിലേക്ക് പോകാനുള്ള ഒരു ഊർജം കിട്ടും. എന്നിട്ട് നമ്മളുടെ ആ ഒരു വിജയത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക. പോരാട്ടമാണ് നിങ്ങളെ മികച്ചതാക്കുന്നത്. നിങ്ങളുടെ അർപ്പണബോധത്തോടും സ്ഥിരതയോടുമുള്ള നിങ്ങളുടെ ആ ഒരു പോരാട്ടം തീർച്ചയായും നിങ്ങളെ വിജയത്തിലെത്തിച്ചിരിക്കും. ഓക്കെ.